ഞാൻ 2 വീഡിയോ യൂസഫ് അലിയെ പറ്റി ചെയ്തിരുന്നത്. കാരണം ഇത് പല ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണിത് ഈ വീഡിയോ 2 ചെയ്തത്. 3-ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂസഫ് അലിക്ക് എവിടെയാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ തെറ്റ് പറ്റിയത്. കാരണം അദ്ദേഹം മിഡിൽ ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റും പല മോളുകളും, കൊച്ചി മോൾ, ഇതൊക്കെ സക്സസ്ഫുൾ ആണ് ഈ സംഭവം. തുടക്കത്തിലുള്ള ആ നഷ്ടമേ ഉള്ളൂ. പിന്നെ അത് കവറപ്പ് ചെയ്ത്, കാരണം വലിയൊരു ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് ഒരു ചെറിയ സമയം എടുക്കും അതിൻ്റെ ക്യാപിറ്റൽ തിരിച്ചു കിട്ടി അതിനെ ലാഭത്തിലോട്ട് കൊണ്ടുവരും. അപ്പോൾ എവിടെയാണ് അവരുടെ ടീമിന്, ലുലുവിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടീമിന് എവിടെയാണ് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും തെറ്റുപറ്റിയത്? അതിൽ 1-ാമത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് യൂസഫ് അലി കാണിച്ചത്, ഈ മോളിനകത്ത് പ്രെയർ ഹോൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ദുബായിലും മിഡിൽ ഈസ്റ്റിലൊക്കെ കുഴപ്പമൊന്നുമില്ല, കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്, കാരണം അറബ്സാണ് കൂടുതലും. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനകത്ത് ഇത് സെക്കുലറാണ്. യൂസഫ് അലി, നിങ്ങൾ ലക്നൗ മാളിനകത്ത് അതിനകത്ത് പ്രെയർ ഹോൾ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ പ്രശ്നം നിങ്ങൾക്കറിയോ? അത് പിന്നെ എവിടെ ചെന്ന് നിന്നെന്നറിയോ? അതിന് പ്രത്യേക വ്യാഖ്യാനങ്ങൾ വരും. അല്ലെങ്കിൽ നിങ്ങളോട് പ്രെയർ ഹോൾ എന്ന് പറയുന്നത്, ഇപ്പം ഡൽഹിയിൽ പല മോളുണ്ട്, ബോംബെയിൽ പല മോളുണ്ട്. ഇവിടെ നിന്ന് ഈ പ്രെയർ ഹോൾ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ മോളുകൾ നടത്തുന്നത് അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അതിനെന്ത് ഇതിൻ്റെ അകത്ത് മോളുണ്ട്. ഈ മോളിനകത്ത് വരുന്നൊരു പ്രാർത്ഥിക്കാൻ വരുന്നതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയാണെങ്കിൽ ഒരു വ്യത്യസ്തമായ രാജ്യമാണ്, വ്യത്യസ്തമായ കൾച്ചറാണ്, പല ജാതിയുണ്ട്, പല മതങ്ങളുണ്ട്, ജാതിയുണ്ട്, പല രീതിയിലാണിത്. അപ്പം അവർക്കിടയിലോട്ട് താങ്കൾ ഈ പ്രെയർ ഹോൾ കൊണ്ടുവന്നിട്ട് അവിടെ പണി തന്നത് താങ്കൾക്ക് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി. എഗ്രീഡ്. എന്താ തന്നത്? കാരണം അവർക്കത് മനസ്സിലാക്കണം എന്തുവാണ് ഈ പോക്കെന്നുള്ളത്. അവരവിടെ നിന്ന് കുറച്ച് പേര് പ്രാർത്ഥിക്കാൻ പറ്റും, തലയെറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവസാനം നിങ്ങൾക്കത് നല്ലപോലെ പണി കിട്ടിയ. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ഇന്ത്യയിൽ പല മോളുണ്ടാക്കുമ്പോഴും നിങ്ങൾ ഈ പ്രെയർ ഹോൾ എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും. കാരണം അത് നിങ്ങളുടെ പ്രോപ്പർ റിസർച്ചിലുണ്ടായ സംഭവമല്ല ഇത്, കാരണം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ 2-ാമത്തെ ക്രൂഷ്യലായിട്ടുള്ള കാര്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് നിങ്ങൾ പലയിടത്തും സ്ഥലങ്ങൾ വാങ്ങി മോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും വലിയ വലിയ സെലിബ്രിറ്റികളും പൊളിറ്റീഷ്യൻസിനെയൊക്കെ യൂസഫ് അലി സ്വന്തമായിട്ടോ അതിനകത്തൂടെ ഓടിക്കുന്ന വണ്ടിയൊക്കെ കാണിച്ച് ഒരു ഭയങ്കര സത്യം വലിയ സംഭവം തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ഉണ്ട് കേരളത്തെ. അത് ഇത് സാബു ജേക്കബും ഈ പറയുന്ന കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ ഈ മലയാളിയെക്കാളുപരി ഞാൻ കേരളത്തെ ഇങ്ങനെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ഇവരുടെ ആക്ടിവിറ്റീസും ലൈഫ് സ്റ്റൈലും ഒക്കെ നോക്കിക്കാണുന്ന ഒരുത്തനാണ്. മനസ്സിലാക്കേണ്ടത് ഓരോ മലയാളിയും അവൻ 50 മുതൽ 60% അവൻ്റെ തലയ്ക്കകത്ത് കയറിയിരിക്കുന്ന സോഷ്യലിസ്റ്റ് എക്കോണമി, അതാണ് കമ്മ്യൂണിസമായിരിക്കുന്നത്. അതായത് കേരളത്തിലെ BJPക്കാരും RSSകാരൻ്റെ തലയ്ക്കകത്ത് ഈ 50 മുതൽ 60-70% കമ്മ്യൂണിസമാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾ ഈ കമ്മ്യൂണിസമാണ് കിടക്കുന്നത്. അവർക്കൊരു മുതലാളിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇൻവെസ്റ്ററെ. ഇവിടെയാണ് പ്രശ്നമെന്ന് പറയുന്നത്. ഒരുത്തിന് 10 രൂപ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനേതാണ്ട് ഭയങ്കരമായിട്ട് കുറ്റം കാണിച്ച രീതിയിലാണ് കേരളത്തിലെ പെരുമാറ്റം. അപ്പോൾ ഇത് ബേസിക്കലി കേരളത്തിൻ്റെ ഈ കമ്മ്യൂണിസത്തിൻ്റെ DNA-ക്കകത്തൂടെ കയറി വന്നിരിക്കുന്നൊരു സംഭവം. ഇപ്പം നല്ല കാറിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ആൾ കുറച്ച് വർഷം കഴിയുമ്പോൾ നല്ലൊരു കാറിൽ പോകുന്നത് പോലും അയൽവാസിക്ക് ഇഷ്ടമല്ല. എന്നാൽ ബേസിക്കലി അവൻ നന്നാകട്ടെ, അവൻ നന്നായി കഴിഞ്ഞാൽ നമ്മുടെ നാടും ഞാനും ഒക്കെ നന്നാകും എന്നൊരു സാധനം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് കേരളത്തിൽ വരുന്ന എല്ലാ ഇൻഡസ്ട്രി ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും ഈ സംഭവങ്ങളെല്ലാം അടച്ചുപൂട്ടുന്നതിൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. ഒരുത്തൻ നല്ല പോലെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയാൽ, എനിക്കറിയാവുന്ന വരാപ്പുഴയിൽ ആ പെരിയാർ റെസ്റ്റോറൻറ്റ് നല്ലപോലെ നടത്തി കഴിഞ്ഞപ്പം അയാൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയത് ആ നാട്ടുകാരെ കള്ളത്തരവും കേസുകളും. എങ്ങനെങ്കിലും ആ ബൈജു എന്ന് പറഞ്ഞവനെ അടച്ചു പൂട്ടണം. ഇല്ലാത്ത കേസുകളും ഇതും എല്ലാം കൊടുത്തു.
യൂസഫ് അലിക്കെതിരെ ഇത്രയും കേസ് കൊടുത്തില്ലയോ തിരുവനന്തപുരത്ത്, ഇത് കണ്ടം നികത്തി, പാടം നികത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ഇതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഭാഗമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ പല ആൾക്കാരും പൊളിറ്റിക്കൽ പാർട്ടിയും ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെയല്ല യൂസഫ് അലി. നിങ്ങളുടെ മുമ്പിൽ പറയുന്ന പോലെയുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാം അവൻ്റെ പുറകിൽ വേറെ സംഭവമുണ്ട്. കാരണം അവൻ അവിടുന്ന് അടിച്ചു മാറ്റണം. കാരണം ഇത് ഞാൻ പല ആൾക്കാരും പറഞ്ഞും അറിഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം. അവൻ തന്നെയാണ് ഈ പൊക്കി വിട്ട് പല കേസുകളും നടത്തുന്നതിൻ്റെ പിറകിലുള്ള ആളുകൾ. ഇത് വേറെ ചന്ദ്രനിൽ നിന്നോ സൂര്യനിൽ നിന്നോ വേറെ ഗ്രഹത്തിൽ നിന്ന് വന്ന് കേസ് കൊടുക്കുന്നതൊന്നും അല്ല. അപ്പം അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കോക്കസിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേപോലെ ഇതെല്ലാം ഈ പറയുന്ന ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയിൽ ഉണ്ടാകുന്ന സംഭവമാണ്. ഇപ്പം ഇവിടെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം, അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടീം കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയർ ആയി. ഇത് ഒരു കാര്യം പറയുന്നത്, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മറ്റുള്ള സ്റ്റേറ്റിൽ ഇത് പ്രശ്നമേ ഇല്ല. കാരണം അവർക്കറിയാം എന്താണ് ബിസിനസ് എന്ന്. കേരളത്തിലുള്ളവർക്ക് മഹാഭൂരിപക്ഷത്തിനും ബിസിനസ് എന്താണെന്ന് അറിയത്തില്ല. അവനുദ്ദേശിക്കുന്ന ബിസിനസ് വലിയൊരു പണക്കാരൻ്റെയാണ്, അതുകൊണ്ട് അവന് പ്രയോജനമൊന്നുമില്ല. ഇതാണ് അവൻ്റെ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. കാരണം ഇനി അത് എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യ ആണെങ്കിലും മറ്റുള്ള കേരളം ഒഴികെ എല്ലായിടത്തും അവർക്കെല്ലാം എന്തുകൊണ്ട് ഈ ബിസിനസ് എന്താണെന്ന് അറിയാം? കാരണം അവനറിയാം അങ്ങനൊരു സംഭവം അവിടെ വരുവാണെങ്കിൽ അവനവിടെ അതും കൊണ്ട് അവൻ്റെ എക്കോണമിയിൽ മാറ്റമുണ്ടാകും. അതവനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അതവനറിയാം, അതവൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. കാരണം അവനത് കാണുന്നതാണ്. കാരണം ഒന്നുമില്ലാത്തത് ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മാറും, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റി വരും, അവിടുത്തെ ലോക്കൽ എക്കോണമി ബൂം ചെയ്യും. കാരണം ഞാൻ ഇന്ത്യ മുഴുവനും പോയ ഒരാളാണ്, എനിക്കിത് അറിയാവുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, അവർ നേരെ തിരിച്ചേ ചിന്തിക്കുന്നു. അതായത് യൂസഫ് അലി കേരളം മുഴുവൻ അടിച്ചു മാറ്റാൻ വരുന്നു. യൂസഫ് അലി മലപ്പുറത്ത് ബോളിരുന്നില്ല, അവിടെയുള്ള മുസ്ലിം വ്യാപാരികളെ സംരക്ഷിക്കാനാണ്. ഇതൊക്കെ ഉണ്ടായതിൻ്റെ പിറകിലുള്ള സംഭവം എന്ന് പറയുന്നത് ഈ മലയാളിക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. കുറച്ച് ആൾക്കാർക്കറിയാം. ബാക്കി ഈ ദുബായി പോയവർ പോലും നിങ്ങളെ വിമർശിക്കുന്നതിൻ്റെ കാര്യം അവൻ്റെ DNA-ക്കകത്ത് ഇത് കിടക്കുക. ഇപ്പം ഇവിടെയാണ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു പോയിന്റ്. അതായത് നിങ്ങൾ ഈ മോൾ തുടങ്ങുന്നതിന് മറ്റുള്ള സെലിബ്രിറ്റിയും പത്രങ്ങളിലും TV-യിലും ഒക്കെ ആഡ് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എത്ര ശതമാനം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു ഈ മോള് അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലോക്കൽ എക്കോണമിയിലെ മാറ്റം എന്തായിരിക്കും? എത്ര പേരെ നിങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിച്ചു? അവിടെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം അട്ടർ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. കാരണം ഇത് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കണം, എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോമുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എങ്ങനെ മാറ്റം ഉണ്ടാകും? ഇതേപോലെയുള്ള മോളിനകത്ത്, ഇതേപോലെയുള്ള ഹൈപ്പർ മാർക്കറ്റിനകത്ത് സാധനങ്ങളെന്ന് പറഞ്ഞ് നിങ്ങളുണ്ടാക്കിത്താ, ഇത് എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഞാനിത് വിൽക്കാം, അതിൻ്റെ ലാഭം നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, നിങ്ങളവരെ സഹായിക്കാൻ വരുന്നു. അപ്പോഴവിടെ അവർക്ക് ബോധ്യമാകും, ഓ ഇത് യൂസഫ് അലിയുടെ മാത്രമല്ല, ഇത് എൻ്റെയും കൂടാണ് ഈ മോള്. ഞാനുണ്ടാക്കുന്ന സാധനം അവിടെ വിൽക്കാൻ സാധിക്കുന്നു, ഞാനും അതിൻ്റെ പാർട്ടാകുന്നു എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലോട്ട് ഇതങ്ങ് മാറി. പിന്നെ ഈ കോട്ടയത്തുകാരന് ട്രാഫിക് കിണാപ്പും കോപ്പും ഒന്നും ഉണ്ടാവുന്നത്. കാരണം അവൻ്റെ ഈ സാധനം, ഈ സ്വന്തം സാധനത്തിനകത്ത് ഒരു ട്രാഫിക് പ്രശ്നമുണ്ടെങ്കിൽ അവനത് പൂർണ്ണമായിട്ട് തള്ളിക്കളയും. ഇതാണത്. കാരണം ഇതങ്ങനെയാണ് ഈ സംഭവം. ബേസിക്കലി മോളെന്ന് പറയും താങ്കളുടെ ഹൈപ്പർ മാർക്കറ്റൊക്കെ. ഇവിടെയാണ് താങ്കളുടെ ടീമിനും കമ്മ്യൂണിക്കേഷൻ ടീമിനും റിസർച്ച് ടീമിനും അട്ടർ ഫെയിലിയർ ആയിപ്പോയി. കാരണം ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഭവം കൂടെ ഞാൻ യൂസഫ് അലിയോട് പറയാം. താങ്കളിത് കേൾക്കുകയാണെങ്കിൽ, താങ്കളുടെ സുഹൃത്തുക്കൾ കേൾക്കുകയാണെങ്കിൽ, ഈ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, താങ്കൾ ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇമേജും ബ്രാൻഡ് ബിൽഡിങ്ങും ഒക്കെ തയ്യാറാക്കുക. ഫൈൻ, അത് ആവശ്യമാണ് ആ ബ്രാൻഡിന് വേണ്ടി. പിന്നെ മറ്റൊന്ന്, ഈ ചാരിറ്റി ആയിട്ട് കൊടുക്കുക. എനിക്കറിയാവുന്നതാണ്, എൻ്റെ നാട്ടിലെ ഗാന്ധി ഭവന് താങ്കൾ പണം ഇൻവെസ്റ്റ് ചെയ്തത് അവിടെ അത്രയും പേർക്ക് അവരെ ഡിസൈർ ചെയ്യുന്നുണ്ട്. പിന്നീട്
താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പഠിച്ചിട്ട് പറയുമോ. ഒരാളെ കൊണ്ടുവന്ന് അവർക്ക് ഇന്ന അസുഖമാണ്, അതാണ്, അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് അടുത്ത ദിവസം പത്രങ്ങളിലൊക്കെ വലിയ സംഭവം വരും, വാർത്ത വരും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ കൊടുക്കുന്ന ആ സമയത്തുള്ള ആ സ്നേഹവും കോപ്പും ഒക്കെ ഉള്ളൂ. വീണ്ടും അവൻ ചോദിച്ച് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവൻ നിന്റെ തെറി വിളിക്കും, 100% തെറി വിളിക്കും. എനിക്ക് മലയാളിയുടെ സ്വഭാവം അറിയാം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതേപോലെയുള്ള ചാരിറ്റിയും പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾ പോകുമ്പോൾ ഇതെവിടെയാണ് ഫ്രൂട്ട്ഫുള്ളായിട്ട് ചിലവാക്കാൻ, അത് അവിടെയാണ് നമ്മൾ ഈ അമേരിക്കൻ ചാരിറ്റി, അത് അവർ ചെയ്യുന്നൊരു സംഭവമുണ്ട്, മനസ്സിലാക്കേണ്ട. അതുകൊണ്ട് എന്തുകൊണ്ടാണ് രത്തൻ ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യയുടെ വലിയൊരു ഭാഗമായിട്ട് മാറിയത്? അതിൻ്റെ റീസൺ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ടീമിലുള്ളവർ പഠിക്കണം. എന്തുകൊണ്ടാണ് ഓരോ ഇന്ത്യക്കാരനും ടാറ്റ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധമുണ്ട് ഇത്രമാത്രം. അവിടെ അത് മനസ്സിലാക്കിയാലേ ഈ സംഭവം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഈ ഈ പണം അതായത് ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, ഞാൻ പല ഉപയോഗിച്ചിട്ടുണ്ട്. മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ഇത് ഭയങ്കര സംഭവമായി പഴമൊഴി. അത് താങ്കൾക്ക് ഞാനൊരു സജഷനാണ്. ഇപ്പോൾ കേരളത്തിൽ താങ്കളിൽ പണമുണ്ട്, താങ്കൾക്ക് ചാരിറ്റി ചെയ്യാൻ താല്പര്യമുണ്ട്. കേരളത്തിൽ എല്ലാ വർഷവും ഒരു 100-200 പിള്ളേർ, +2 കഴിയുന്ന പിള്ളേർ, അല്ലെങ്കിൽ +2 കഴിയുന്ന പിള്ളേർ, 10th കഴിയുന്ന പിള്ളേർ, ഈ പിള്ളേരെ പ്രോപ്പറായിട്ട് ഗൈഡൻസോടുകൂടി അവരെ ചൂസ് ചെയ്യണം. അവരുടെ ഫർദർ എഡ്യൂക്കേഷൻ, അതായത് താങ്കൾ സഹായിക്കണം. താങ്കളുടെ ഒരു ഫൗണ്ടേഷൻ, യൂസഫ് അലി ഫൗണ്ടേഷൻ, ഇവരെ ഫർദർ എഡ്യൂക്കേഷന് സഹായിക്കണം. ഇത് സഹായിച്ചു കഴിയുമ്പോൾ അടുത്ത 5 കൊല്ലം 10 കൊല്ലം കഴിയുമ്പോൾ ഈ കുട്ടികളെ എവിടെ ചെന്ന് എത്തി നിൽക്കും? അതായത് അവരുടെ കുടുംബം മാറി, കാരണം അവന് ഫർദർ എഡ്യൂക്കേഷൻ കിട്ടുവാണ്. അവൻ്റെ ലൈഫ് മാറി, അത് മറ്റുള്ള കുട്ടികൾക്ക് ഒരു പാഠമായി. ആ പ്രദേശത്തുള്ള 100-200-500 പിള്ളേർ, ഇത് പറയുന്ന പോലെ വലിയ എമൗണ്ട് ഒന്നുമില്ല. ഇത് ചേഞ്ച് ചെയ്ത് ഇത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ചാരിറ്റി അല്ല ഇതിൻ്റെ അടുത്ത് വെച്ചാൽ, കാരണം ഒരു ജനറേഷനെ മാറ്റി. ആ ജനറേഷൻ ലോകം മുഴുവനും പോവാണ്. പ്രത്യേകിച്ച് മലയാളികൾ അറിയാം, ലോകം മുഴുവനും പോകും. അവൻ്റെ ഫാമിലി, അവൻ്റെ കുടുംബവും, അവൻ്റെ ബന്ധുക്കാരും, അവൻ്റെ അയൽവാസികളും മുഴുവനും. കാരണം ഒരു 200 വർഷത്തേക്ക് യൂസഫ് അലിയെ മറക്കത്തില്ല. ഇതുകൊണ്ടാണ് ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ് വലുതായത്. ഇനി പല ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ റിസർച്ച്, അതായത് പലത് റിസർച്ച് ചെയ്യാൻ ഫൗണ്ടേഷൻ വെച്ചിട്ട് അതിന് ഫണ്ട് ചെയ്യുന്നു. എന്താണ് സോഷ്യോളജിക്കൽ ചേഞ്ച്? പിന്നെ ഈ വരുന്ന കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ കുട്ടികൾ അവർ ലൈഫിൽ നിങ്ങളെ മറക്കൂ. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിൽ നിന്ന് ഏറ്റവും ടാലൻ്റുള്ള പിള്ളേരെ താങ്കളുടെ ഇതേപോലെ ലുലു ഗ്രൂപ്പിലെടുക്കുക. അവർ ജീവിതത്തിൽ ആ ലുലു ഗ്രൂപ്പ് വിട്ടുപോകും. കാരണം അവൻ്റെ ലൈഫ് കമ്മിറ്റ്മെൻ്റ് ആണ്, അവൻ്റെ ലൈഫ് ലൈനാണ് ലുലു, അവൻ്റെ ലൈഫ് ലൈനാണ് ഈ പറയുന്ന യൂസഫ് അലി. ഇതാണ് അമേരിക്കയിലൊക്കെ ചെയ്തത്. ഞാനിത് പറയുന്നത്, ഞാനൊരു പണക്കാരനായിട്ടൊന്നുമല്ല പറയുന്നത്. ലോകത്ത് നടക്കുന്ന പല ചേഞ്ചസും പ്ലാൻസും ഉണ്ട്. ഇതിങ്ങനെയാണ് ഇത് വർക്കൗട്ട്. എന്തുകൊണ്ടാണ് സാബു ജേക്കബ് അയാളുടെ പോക്കറ്റിൽ നിന്ന് പണം മുടക്കി? ഞാൻ കണ്ടിട്ടുണ്ടായില്ല. റോഡ് ശരിയാക്കുന്നു, അത് ശരിയാക്കുന്നു, അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി സബ്സിഡൈസ്ഡ് പണം കൊടുത്ത് ആൾക്കാർക്ക് വിതരണം ചെയ്യുന്നു. പുള്ളിയുടെ CSIR ഫണ്ട്, എന്ത് ഫണ്ടോ കുന്തോ ആയിക്കോട്ടെ, അവസാനം ആ പഞ്ചായത്ത് ഒഴികെ വേറെ 4 പഞ്ചായത്ത് കിട്ടി. എന്തുകൊണ്ടാണ് സാബു ജേക്കബിനോട് ഈ പറയുന്ന പോലെ സ്നേഹം ആ നാട്ടുകാർക്ക് ഇല്ലാത്തത്? കാരണം അവിടെ സാബു ജേക്കബ് ചെയ്തൊരു തെറ്റുണ്ട്. അയാൾ ചെയ്ത് പണം കൊടുത്തു, അതായത് ചാരിറ്റി ചെയ്തു. ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പണം കൊടുത്തു, ആൾക്കാർക്ക് ഫുഡിൻ്റെ സബ്സിഡി ഫ്രീ ആയിട്ട് കൊടുത്തു, റോഡ് പണിത് കൊടുത്തു. ഇതാണ് മലയാളിയുടെ സ്വഭാവം അല്ലേ? മലയാളിക്ക് ആ കിട്ടുന്ന ആ സമയത്തേ ഉള്ളൂ. കാരണം അവന് തിരിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് മലയാളികൾ ഈ പറയുന്നവർ ഏറ്റവും കൂടുതൽ റോഡിൽ ഈ ലോട്ടറി വിൽക്കാൻ പോകുന്നതിൻ്റെ ഫിലോസഫി അറിയുക. ബേസിക്കലി എന്തെങ്കിലും ഒരു ലോട്ടറി അടിച്ച് അവൻ കോടീശ്വരനായി.
ഈ കോടീശ്വരനാണ് മലയാളിക്ക് ഇത്രയും 10 കോടി കയ്യിൽ കിട്ടിയാൽ ഇതെങ്ങനെ സ്പെൻഡ് ചെയ്യണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് പോലും ബോധമില്ലാത്തവന്. അതാണ് അന്ധമായിട്ട് ചില കാര്യങ്ങൾ ഇതേപോലെയുള്ള കമ്പോഡിസം മണ്ണാങ്കട്ടയൊക്കെ വിശ്വസിച്ച് തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതിനെ കേരളത്തിലെ മീഡിയ പറയുന്നത് പ്രബുദ്ധ മലയാളി എന്നാണ് പറയുന്നത്. ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് പറയുന്നത്? നിങ്ങൾ റോഡിൽ കൂടെ, ഏതെങ്കിലും റോഡിൽ കൂടെ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മിനിമം 5 ലോട്ടറി വിൽക്കുന്ന പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ കാണാം. ഇവർക്ക് ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ വലിയൊരു ഭാഗം. ഇവർക്ക് നടക്കാം, ജോലി ചെയ്യത്തില്ല. കാരണം സിമ്പിളായിട്ട് ഈസി ആയിട്ട് കിട്ടണം, ഒരു വർക്കും ചെയ്യാതെ ഈസി ആയിട്ട് കിട്ടണം. അപ്പം അതെല്ലാം ഈ കമ്മ്യൂണിസത്തിൽ നിന്നുണ്ടായി വന്ന സംഭവമാണ്. അല്ലാതെ അതൊന്നും ഈ പറയുന്ന വർക്ക്മാൻ സ്പിരിറ്റുമുള്ള അതിൽ നിന്നുണ്ടായതല്ല. ജോലി ചെയ്യാതെ യൂണിയൻ അടിച്ച് തൊഴിലാളിയായിട്ട് ഗുണ്ടായിസം കാണിച്ച് പണം വാങ്ങണം. ഇന്ത്യയിൽ ആകെ ഒരു സ്റ്റേറ്റേ ഉള്ളൂ, കേരളം. ഇത് കമ്മ്യൂണിസം ഉണ്ടാക്കിയത് ബൈ പ്രോഡക്റ്റ് ആയത്. അപ്പം ഇങ്ങനെ കിടക്കും. ഞാൻ ഈ അതിൻ്റെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമൊന്നുമല്ല. നിങ്ങളിത് പോസ്റ്റ്മോർട്ടം ചെയ്ത് മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നമുണ്ട്. ഇപ്പം 10 ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ കോട്ടയത്തെ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക് അങ്ങ് മാറാം. ആൾക്കാർ ആദ്യത്തെ ഇപ്പം മെട്രോ ട്രെയിൻ ഉണ്ടായപ്പോൾ ആൾക്കാർ കയറി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് അവിടെയുള്ള ആൾക്കാരെ, അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടീം അവർ വ്യക്തമായിട്ട് പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യും. കാരണം അവിടുത്തെ എക്കോണമി ആയത് മാറുന്നത്. ഞാനതൊരു സ്റ്റാൾ മാത്രമേ ഇടുന്നുള്ളൂ, ഇതെൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്, ഞാനിത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ താങ്കൾ തയ്യാറായി. താങ്കളും താങ്കളുടെ ടീമിനും അറിയുകയില്ലായിരുന്നു. അവിടെയാണ് ഈ ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഫ്ലോപ്പ് എന്ന കംപ്ലീറ്റ് ഫ്ലോപ്പ് എന്നല്ല, ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെ ഇതേപോലെ ഓരോന്നായിട്ട് പറഞ്ഞു വന്നത്. അല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം അല്ലായിരുന്നെങ്കിൽ അവരുടെ എക്കോണമി മാറി, അവരുടെ ലൈഫ് സ്റ്റൈല് മാറി, ഈ സംഭവങ്ങൾ മാറി. അതേപോലെ തന്നെ മറ്റൊരു പോയിൻ്റ് ഞാൻ പറയുന്നത് വീണ്ടും കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്ന് യഥാക്കളി ഈ ചാരിറ്റി എന്ന് പറയുന്നത് ശരിക്കും സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കി കൊടുക്കേണ്ട സംഭവമാണ്. ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പോയിൻ്റ് താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. കാരണം അങ്ങനെയാണെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് ഈ കേരളത്തിലൊരു പുതിയ ജനറേഷൻ ഉണ്ടാവുക ഗ്ലോബലായിട്ട്. ആലോചിച്ച് നോക്കുക, 10 വർഷം ഇതേപോലെ ഇത്ര കുട്ടികളെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് കേരളം മുഴുവനും ഒന്നടങ്കം യൂസഫ് അലിയാണ് അവരുടെ ഗോഡ് ഫാദർ. ഈ കഥയാണ് ഞാൻ ഈ പറയുന്നത്. മീൻ കൊടുക്കരുത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. കാരണം അറിഞ്ഞ് സഹായിക്കുക, എവിടെ സഹായിക്കുക, എന്തിന് സഹായിക്കുക. എപ്പോഴും ഷോർട്ട് ടൈം കാണരുത്, ലോങ് ടൈം കണ്ടോണം. ലോങ് ടൈമാണ് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ലത്. ഇതൊക്കെ പ്രൂവ് ചെയ്ത് അമേരിക്കയില്ല, അവരതിൻ്റെ അത് വലിയ സക്സസ്സും ഉണ്ടാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റോറി കാരണം അവിടെ ഒരു പെട്രോളിയം ക്രൂഡ് അതിൻ്റെ ഒരു വലിയ മുതലാളി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ ചെയ്ത പരിപാടിയുണ്ട്, അയാളുടെ ബയോഗ്രഫി ഞാൻ വായിച്ചിട്ടുണ്ട്. അത് മറ്റൊരു സാഹചര്യത്തിൽ ഞാനിതൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും.